ഇറാന്റെ തിരിച്ചടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രതീക്ഷിച്ചതിലും കൂടുതലാണെന്നാണ് കഴിഞ്ഞ രാത്രി കാണുന്ന ചില ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ടെലാവീവിലെ വളരെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിപ്പിക്കുകയാണ്. അവരുടെ മിസൈൽ ഏൽപ്പിക്കുന്ന ഡാമേജ് അത്ര സിവിയർ ആണെന്ന് മനസ്സിലാവുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിനും കേടുപാടുകൾ സംഭവിച്ചതിന് വിഷയങ്ങൾ വന്നു. ഇന്നലെ ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ഒരു ഇത് നടത്തി. അവർ ആശുപത്രികളെ ലക്ഷ്യം വയ്ക്കുന്നു, അവിടെയുള്ള രോഗികളെ ലക്ഷ്യം വയ്ക്കുന്നു, അവിടെയുള്ള ICUവിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതൊക്കെ അദ്ദേഹം വിലപിക്കുന്നുണ്ട്. ഇതാരാണ് ഇത് പറയുന്നത്? അതായത് അങ്ങനെ പറയുമ്പോൾ പോലും അതിനെ ആളുകൾ പരിഹാസത്തോടെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു രാജ്യം ധാർമ്മികമായി മോറലി ഒരു തരത്തിലുള്ള വാല്യൂം ലോകം നൽകാത്ത രീതിയിൽ ഇസ്രായേൽ ധാർമ്മികമായി അധപ്പതിച്ച ഒരു സിറ്റുവേഷൻ കൂടിയാണത്. അതർവൈസ് ഇപ്പോൾ ഇറാനുടെ വിശദീകരണ പ്രകാരം അത് അവർ ഹോസ്പിറ്റലിൽ അറ്റാക്ക് ചെയ്തല്ല, തൊട്ടടുത്തുള്ളൊരു മിലിറ്ററി ഫെസിലിറ്റി അറ്റാക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായതാണ് എന്നേ പറയുന്നുള്ളൂ. അവിടെ ആരും മരിച്ചിട്ടൊന്നുമില്ല ആശുപത്രിയിൽ. പക്ഷേ അതുപോലും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾക്കൊരു മോറൽ സൈഡ് ഉണ്ടാക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത്. മാത്രമല്ല ഈ അയൺ ഡോം എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ, ആ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് ഇത്രയും നാൾ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ സുരക്ഷിതരാണ്. ആ അയൺ ഡോം തന്നെ അവരുടെ സൈനിക ഫെസിലിറ്റി വിൽക്കുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും ഞങ്ങൾ അവരുടെ ആ സുരക്ഷയെ മുൻനിർത്തിയാണ്. ഒരു മിസൈലും കടത്തിവിടാത്ത ഈ മിസൈൽ ഡിഫൻസ് സംവിധാനം, പക്ഷേ അതിനെ പോലും ഭേദിക്കുന്ന ഇറാൻ മിസൈലുകൾ വരുന്നത്. അതായത് ഇറാൻ എന്ന് പറയുന്ന ഒരു സൈനിക ശക്തിയാണെന്ന് ലോകത്തിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഒരു സൈനിക ശക്തിയാണ് അവർ. പിന്നെ അവർക്ക് അവരുടെ ഉപരോധം നേരിടുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ക്രൈസിസ് ഉണ്ട്. ഈ സാമ്പത്തിക ക്രൈസിസ് സൃഷ്ടിക്കുന്ന ഫ്രസ്ട്രേഷൻ മൂലം അവിടുത്തെ ജനങ്ങളിൽ കുറച്ച് പേർ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയായിരിക്കെ തന്നെ ഈ 40 വർഷത്തെ ഉപരോധത്തിന് ശേഷവും അവർ ഇൻടാക്റ്റായി നിൽക്കുന്നു, അവർ പുരോഗതിയിലേക്ക് പോകുന്നു, അവർ സൈനികമായി മെച്ചപ്പെടുന്നു എന്നുള്ളത് ലോകത്തിന് മനസ്സിലാക്കാൻ ഈ യുദ്ധം ഉപകരിച്ചിട്ടുണ്ട്.